ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്സിലെ 5th ചാപ്റ്ററായ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മിസലേനിയസ് എക്സസൈസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് i⁻18 + 1/i⁻25 ഓൾ ക്യൂബ്. എന്ന് പറയുന്നത് ഇവിടെ അയോട്ടയാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നതിന് സിംപ്ലിഫൈ ചെയ്യാന്നാണ് പറയുന്നത്. സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം എങ്ങനെയാണ്? z = x + iy അല്ലെങ്കിൽ z = a + ib ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ഫോമിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരണം. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യമേ തന്നെ ഓടിച്ചെന്ന് നമ്മളിത് a + b ഓൾ ക്യൂബ് എന്നുള്ള രീതിയിലേക്ക് മാറ്റരുത്. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് a + b ഓൾ ക്യൂബ് എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം i⁻18 എന്താണ് i⁻18 എന്ന് പറയുന്നത്? ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ഇതിനെ സ്ക്വയറിൻ്റെ ഫോമിലേക്ക് മാറ്റാം. അതായത് i², ബാക്കി എന്തുണ്ട്? i²⁻9 അല്ലേ? 9 × 2 18 അങ്ങനെ മാറ്റാം. അല്ലെങ്കിൽ വേറെ ഒന്ന് ഞാനിവിടെ സൈഡിൽ പറഞ്ഞുതരാം. i⁻18 എന്ന് പറയുന്നത് നമ്മൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അപ്പോൾ 18 എന്ന് പറയുന്നത് എന്താണ്? 18 = 4 × 4 + 2 ആണ്. ശരിയല്ലേ? 4 4s are 16 + 2 അതായത് നമ്മുടെ 4k + 2. നമ്മൾ ജനറലായിട്ട് അത് പഠിച്ചിട്ടുണ്ട് അല്ലേ? 4k i⁻4k ആണെങ്കിൽ എന്താണ്? i⁻4k + 1 എന്താണ്? അങ്ങനെ i⁻4k + 2 i⁻4k + 3 അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അത് ഓർമ്മയുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ i⁻4k + 2 അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ വെറും i² ആണെങ്കിൽ അതെന്താണ്? -1 ആണ്. അപ്പോൾ i⁻4k അതായത് 4ൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആണ് ഇതെങ്കിൽ നമുക്ക് കിട്ടുക +1 ആണ് ആൻസർ കിട്ടുക. അതായത് 4k i⁻4k ആണെങ്കിൽ നമുക്ക് +1. ഇനി i⁻4k + 1 എന്ന് പറയുമ്പം എന്താണ് കിട്ടുക? i ആണ് കിട്ടുക. അടുത്തത് i⁻4k + 2 ആണെങ്കിൽ -1. ഇനി i⁻4k + 3 ആണെങ്കിൽ -i. ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു റിസൾട്ടാണ്. ഇത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഈ 80 എന്ന് പറയുന്നതിന് അങ്ങോട്ട് മാറ്റാം. ഇനി ഓർമ്മയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളൊന്നെങ്കിൽ സ്ക്വയറിൻ്റെയോ അല്ലെങ്കിൽ i⁻4ൻ്റെയോ ഒക്കെ ഇതായിട്ട് മാറ്റാം. അപ്പോൾ i² ആണെങ്കിൽ i² നമുക്കറിയാം -1 ആണെന്ന്. അപ്പോൾ i²⁻9 എഴുതിക്കൂടെ i⁻18 പ്ലസ് ഇത് നമുക്ക് എന്ത് കൊടുക്കാം? 1/i⁻25 നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുകയാണ്. 1/i⁻25 ഓൾ ക്യൂബ് = ഇനി i² എന്ന് പറയുന്നത് എന്താണ്? -1. അപ്പോൾ -1⁻9 പ്ലസ് 1/, ഇനി 25നെ നിങ്ങൾക്ക് ഇതേപോലെ വേണമെങ്കിൽ എഴുതാം. 25 എന്ന് പറയുമ്പോൾ എന്താ എഴുതാം? 25 = 4 6 are 24 + 1 അല്ലേ? അതായത് 4k + 1. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവിടെ i⁻4k + 1 i എന്നുള്ള റിസൾട്ട് കിട്ടും. ഇനി അത് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ നമുക്കതിനെ i⁻24 × i എന്ന് എഴുതാം. നമ്മളൊരു ഈവൺ നമ്പറിലേക്ക് മാറ്റി എഴുതി. കാരണം നമുക്ക് i² അല്ലെങ്കിൽ i⁻4 ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തത്. അപ്പോൾ i × i⁻24 എന്ന് പറയുന്നത് i⁻25 ആണ് അല്ലേ? പവർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ -1⁻9. ഈ 9 ഇവിടെ ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ -1 തന്നെയാണ്. പ്ലസ് 1/i അങ്ങനെ തന്നെ എഴുതാം. i⁻24 നമുക്ക് അങ്ങനെ എഴുതാം. i⁻4�6 നോക്കിയാൽ 6 × 4s are 24 അങ്ങനെ മാറ്റി എഴുതി. ഓൾ ക്യൂബ് = -1 അങ്ങനെ തന്നെ പ്ലസ് 1/i അങ്ങനെ തന്നെ എഴുതി. i⁻4 എന്താ? i⁻4 = 1 ആണ്. അപ്പോൾ 1/6 നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മാറ്റി എഴുതാം. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് കൊടുക്കുന്നത്. ഓൾ ക്യൂബ് കൊടുത്തു = -1 പ്ലസ് 1/i 1/6 എന്ന് പറയുന്നത് 1 തന്നെയാണ് അല്ലേ? അപ്പോൾ ബാക്കി അവിടെ എന്തുള്ളത്? i ഓൾ ക്യൂബ് = നമുക്ക് x + iy എന്നുള്ള രൂപത്തിലേക്ക് മാറിയോ? ഇല്ല. ഇവിടെ എന്തുണ്ട്? 1/i. i നമുക്ക് ഒരിക്കലും നമുക്ക് ഡിനോമിനേറ്ററിൽ വരാനായിട്ട് പാടില്ല. അത് ന്യൂമറേറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ -1 അങ്ങനെ തന്നെ എഴുതി. പ്ലസ് 1/i നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ
ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അയോട്ടോ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹോൾ ക്യൂബ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. ഇസ് ഈക്വൽ ടു -1 പ്ലസ് 1 ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ഐ തന്നെ ഡിവൈഡഡ് ബൈ അയോട്ട ഇൻറ്റു അയോട്ട എന്ന് പറയുമ്പോൾ അയോട്ടോ സ്ക്വയർ ഐ സ്ക്വയർ. ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് ഐ എന്ന് പറയണതാണ്. ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഐ അങ്ങനെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 ആണ്. ഐ സ്ക്വയർ -1 ആണ്. I⁴ പോസിറ്റീവ് 1 ആണ്. അതൊക്കെ നിങ്ങൾ റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു -1 ഇതെന്താവും ഈ -1 നടുവിലേക്ക് വരും അല്ലേ. ഇവിടെ -i ഹോൾ ക്യൂബ് നമുക്കൊരു ഫോമുലാണ്ട് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഒരു മൈനസിനെ കൂടി നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ. ഇതിൽ നിന്ന് മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ -1 റേസ് ടു ഈ 3യുടെ കൂടെ വേണം പുറത്തേക്ക് എടുക്കാൻ. അപ്പോൾ -1 ഹോൾ ക്യൂബ് പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ എന്തുണ്ടാവും ഈ -1 അവിടെ പോകുമ്പോൾ പിന്നെ +1. അതുപോലെ -iലത്തെയും മൈനസ് പോയപ്പോൾ ബാക്കി അവിടെ +i. അപ്പോൾ നമുക്കൊരു a+b ഹോൾ ക്യൂബ് എന്നുള്ളൊരു നല്ലൊരു ഫോമിൽ കിട്ടി. അതിന് വേണ്ടിയിട്ടാണ് ആ -1 ഹോൾ ക്യൂബ് നമ്മൾ പുറത്തേക്ക് എടുത്തത്. -1 ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് -1 ആണ്. ഇനി നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ a+b ഹോൾ ക്യൂബ് ഇനി നമുക്കത് അപ്ലൈ ചെയ്യാം. അല്ല ആദ്യമേ തന്നെ പോയിട്ട് നമ്മൾ a+b ഹോൾ ക്യൂബ് എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്താൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഇനി ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാണ്. എന്താണ് a³ അതായത് 1 ക്യൂബ് പ്ലസ് 3a²b എയുടെ സ്ഥാനത്ത് ഇവിടെ 1 സ്ക്വയറാണ്. 3 ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3 ഇൻറ്റു a 1 ഇൻറ്റു b സ്ക്വയർ b എന്ന് പറയുന്നത് ഐ. അപ്പോൾ ഐ സ്ക്വയർ പ്ലസ് ഇനി i³ അതായത് b³ ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു 1 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ് 1 പ്ലസ് 3 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഐ 3i. അപ്പോൾ പ്ലസ് 3i പിന്നെന്തുണ്ട് 3 ഇൻറ്റു 1 ഇൻറ്റു ഐ സ്ക്വയർ എത്രയാണ് -1 -1 ഇൻറ്റു 3 അപ്പോൾ -3 പ്ലസ് i³ എന്താണ് i³ വാല്യൂ എന്ന് പറയുന്നത് -i ആണ്. ഇവിടെ -i. അപ്പോൾ 1 പ്ലസ് 3i -3 -i. ഇനി നമുക്ക് എന്ത് ചെയ്യാം, -1 ഇൻറ്റു -1 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. നമ്മുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഒരുമിച്ച് ചെയ്താൽ ഇവിടെ റിയൽ പാർട്ട് എന്താണ് 1ഉം -3. അപ്പോൾ എത്രയാണത് -2. അതുപോലെ +3iയും -iയും അപ്പോൾ എത്ര വരും +2i. ഇനി നമുക്ക് ആ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കാം. -1 കൊണ്ട് ഇതിൽ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 എന്നുള്ളത് 2 ആവും. ഇവിടെ -2i 2 - 2i. ഇതാണ് നമ്മുടെ ഏറ്റവും അതായത് x+iy എന്നുള്ള ഒരു ഫോമിലേക്ക് നമ്മളിവിടെ എത്തിയിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങളിത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ആ ഫോർമുല ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ആയിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2ൽ പറയുന്നത് നമുക്ക് 2 കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, Z1ഉം Z2ഉം. എനി 2 കോംപ്ലക്സ് നമ്പർ എന്ത് ചെയ്യണം, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. പ്രൂവ് ദാറ്റ് റിയൽ പാർട്ട് ഓഫ് Z1 Z2 ഇവിടെ RE എന്ന് കൊടുത്തിരിക്കുന്നത് റിയൽ പാർട്ടാണ്. റിയൽ പാർട്ട് ഓഫ് Z1 ഇൻറ്റു Z2 ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് Z1 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z2 മൈനസ് ഐ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. ഇമാജിനറി പാർട്ട് ഓഫ് Z1 ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് Z2. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ Z1 എന്ന് പറയുന്നത് നമുക്ക് a+ib എന്നിട്ട് എടുക്കാം. അതുപോലെ തന്നെ Z2 എന്ന് പറയുന്നത് c+id എടുത്തു. അങ്ങനെ 2 കോംപ്ലക്സ് നമ്പർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എടുത്തു. നിങ്ങൾക്കിത് x+i എന്ന് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഈ Z1 എന്താണ് a+ib അല്ലേ, അതിൻ്റെ റിയൽ പാർട്ട് എന്താണ്? അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതുക, റിയൽ പാർട്ട് ഓഫ് Z1 അല്ലേ. റിയൽ പാർട്ട് ഓഫ് Z1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ് a ആണ്. അതേപോലെ ഇമാജിനറി പാർട്ട് ഓഫ് Z1 എന്താ വരിക, Z1ൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് b ആണ്. അതവിടെ എഴുതി. ഇനി Z2ലേക്ക് പോകാം. Z2ൻ്റെ റിയൽ പാർട്ട് എന്താണ്, അപ്പോൾ റിയൽ പാർട്ട് ഓഫ് Z2 is equal to c ആണ്. അതേപോലെ ഇമാജിനറി പാർട്ട് ഓഫ് Z2 is equal to d ആണ്. ശരിയല്ലേ, അത് നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്കിവിടെ തെളിയിക്കേണ്ടതാണ് റിയൽ പാർട്ട് ഓഫ് Z1 ഇൻറ്റു Z2. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, Z1 ഇൻറ്റു Z2 കണ്ടുപിടിക്കണമല്ലേ, എന്നിട്ട് അതിൻ്റെ റിയൽ പാർട്ട് നമുക്ക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ Z1 ഇൻറ്റു Z2 is equal to Z1 എന്താണ് a+ib ഇൻറ്റു c+id. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. a ഇൻറ്റു c ac പ്ലസ് aid, അപ്പോൾ ADI പ്ലസ് എയുടെ കഴിഞ്ഞു, അടുത്തത് IBC, അപ്പം
ബി സി ഐ പ്ലസ് ഐ ബി ഇൻറ്റു ഐ ഡി. അപ്പം ബി ഡി ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി പ്ലസ് ഐ ഇൻറ്റു ഇവിടെ എന്തൊക്കെ വരും, ബി സി പ്ലസ് എ ഡി. പിന്നെ ഇവിടെ ഐ സ്ക്വയർ എന്താണ്, -1. അപ്പോൾ മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ബി ഡി. എഴുതിയത് മനസ്സിലായല്ലോ. ഈ രണ്ട് ടേമിൽ നിന്ന് ഐ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു, നമ്മുടെ ഇമാജിനറി പാർട്ടാണ്. നമുക്ക് റിയൽ പാർട്ട് ഒന്ന് ഒരുമിച്ച് എഴുതാം. ഇവിടെ ഏത് റിയൽ പാർട്ട്, എ സി ഉണ്ട്, പിന്നെ മൈനസ് ബി ഡി. അത് നമ്മുടെ ഐ ഇല്ലാത്ത, അയോട്ട ഇല്ലാത്ത ടേമാണ്, അത് നമ്മുടെ റിയൽ പാർട്ടാണ്. പ്ലസ് ഇമാജിനറി പാർട്ട് ഏതാ വരിക, അയോട്ട ഇൻറ്റു ബി സി പ്ലസ് എ ഡി. നമുക്ക് ഇനി Z1 ഇൻറ്റു Z2 എന്താണ് വേണ്ടത് പ്രൂവ് ചെയ്യാൻ, റിയൽ പാർട്ട് ഓഫ് Z1 ഇൻറ്റു Z2 വേണം. അപ്പോൾ നമ്മളിതിൻ്റെ റിയൽ പാർട്ട് എഴുതാൻ പോവുകയാണ്. റിയൽ പാർട്ട് ഓഫ് Z1 ഇൻറ്റു Z2 ഇസ് ഈക്വൽ ടു ഏതിൻ്റെ റിയൽ പാർട്ട്, എ സി മൈനസ് ബി ഡി. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു എ സി മൈനസ് ബി ഡി ആണ് ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് കിട്ടി. ഇത് ഇസ് ഈക്വൽ ടു നമുക്ക് ഇതാണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൽ എ എന്താണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ എ എന്ന് പറയുന്നത് എന്താണ്, റിയൽ പാർട്ട് ഓഫ് Z1 ആണ്. അപ്പോൾ എക്ക് പകരം നമ്മൾ അത് കൊടുത്തു. റിയൽ പാർട്ട് ഓഫ് Z1 ഇൻറ്റു സി എന്ന് പറയുന്നത് എന്താണ്, റിയൽ പാർട്ട് ഓഫ് Z2. ഇനി ഇവിടെ എന്തുണ്ട്, എ സി കഴിഞ്ഞു, മൈനസ് ബി. ബി എന്ന് പറയുന്നത് എന്താണ്, ഇമാജിനറി പാർട്ട് ഓഫ് Z1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ്, ഇമാജിനറി പാർട്ട് ഓഫ് Z2. നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു, റിയൽ പാർട്ട് ഓഫ് Z1 ഇൻറ്റു Z2 ഇസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റിയൽ പാർട്ട് ഓഫ് Z1 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z2 മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് Z1 ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് Z2 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. അതായത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ A+IB എന്നുള്ളൊരു ഫോമിലേക്ക് കൊണ്ടുവരണം. 1/1 മൈനസ് 4i മൈനസ് 2/1 പ്ലസ് i ഇൻറ്റു 3 മൈനസ് 4i ഡിവൈഡഡ് ബൈ 5 പ്ലസ് i. ഇതിന് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതണം, റെഡ്യൂസ് ചെയ്യണം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാലോ. നമ്മൾ ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ, ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് മറ്റേ ഡെസിമൽ നമ്പറും ഇതൊക്കെ P/Q ഫോമിലുള്ള നമ്പറൊക്കെ വെച്ചിട്ടല്ലേ, 2/3 മൈനസ് 5/2 അങ്ങനെയൊക്കെ ഒരു നമ്പറാണെങ്കിൽ നമ്മൾ LCM ഒക്കെ എടുത്തിട്ട് ചെയ്യുമല്ലേ, സിംപ്ലിഫിക്കേ ചെയ്യും. അങ്ങനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഒരു ഇമാജിനറി നമ്പർ ആണെന്ന് മാത്രം, നമ്മുടെ കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ റിയൽ പാർട്ടിൻ്റെ കൂടെ ഇമാജിനറി പാർട്ടും കൂടി ഉണ്ടെന്ന് മാത്രം, വേറെ ഒരു കുഴപ്പമില്ല. നമുക്ക് മെല്ലെ ചെയ്തു തുടങ്ങാം, ശ്രദ്ധിച്ചിട്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ആദ്യം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെടുക്കാനാണ് തോന്നുക, ഇപ്പോൾ ഒരു 1/2 മൈനസ് 2/3 ആണെങ്കിൽ നമ്മളൊന്ന് LC എടുക്കൂലേ, അതേപോലെ ഒന്ന് LC എടുക്കാം. LC എന്ന് പറയുമ്പോൾ ഈ ഡിനോമിനേറ്ററിൽ രണ്ടും വരും, 1 മൈനസ് 4i ഇൻറ്റു 1 പ്ലസ് i. അത് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുത്തു. ഞാൻ എന്ത് ചെയ്യണം, ഇതിലത്തെ ന്യൂമറേറ്റർ ഇൻറ്റു ഇതിൻ്റെ ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടെ 1 പ്ലസ് i മാത്രമേ വരുന്നുള്ളൂ, മൈനസ് ഇവിടെ 2 ഇൻറ്റു ഇത് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, 2 ഇൻറ്റു 1 മൈനസ് 4i ഇതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ഭാഗം കഴിഞ്ഞുല്ലോ. ഇനി ഇൻറ്റു നമുക്ക് പുറത്ത് വരുന്ന സംഭവം ഉണ്ട് അല്ലേ, 3 അത് നമുക്ക് ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇനി ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 മൈനസ് 4i ഡിവൈഡഡ് ബൈ 5 പ്ലസ് i. അത് അതേപോലെ തന്നെ നമ്മൾ എഴുതി. ഇസ് ഈക്വൽ ടു, ഈ മുകളിൽ നമുക്കൊന്ന് ഈ 2 ഒക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ 1 പ്ലസ് i അങ്ങനെ തന്നെ, ഇവിടെ -2 കൊണ്ട് നമുക്ക് ഈ ബ്രാക്കറ്റിലത്തെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും, -2, പിന്നെ ഈ മൈനസും മൈനസ് ആകുമ്പോൾ പ്ലസ് 2 ഇൻറ്റു 4 8. അപ്പോൾ 8i ഡിവൈഡഡ് ബൈ, നമുക്ക് ഡിനോമിനേറ്ററും ഇതുപോലെ എന്താ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 1 മൈനസ് 4i ഇൻറ്റു 1 പ്ലസ് i. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു 1 1 ഇൻറ്റു i മൈനസ് 4i ഇൻറ്റു 1 മൈനസ് 4i മൈനസ് 4i ഇൻറ്റു i എന്ന് പറയുമ്പം -4i സ്ക്വയർ ഇൻറ്റു നമ്മുടെ ഈ സാധനം നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാം, 3 മൈനസ് 4i ഡിവൈഡഡ് ബൈ 5 പ്ലസ് i ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ നോക്കിയേ 1 മൈനസ് 2 നമുക്ക് റിയൽ പാർട്ടൊക്കെ ഒരുമിച്ച് എഴുതാം. 1 മൈനസ് 2 എന്ന് പറയുമ്പം -1, പിന്നെയോ i പ്ലസ് 8i, അപ്പോൾ പ്ലസ് 9i ഡിവൈഡഡ് ബൈ, ഇനി ഇതുപോലെ ഡിനോമിനേറ്റർ നമുക്കൊന്ന് ശരിയാക്കാം. 1 പിന്നെ എന്തുണ്ട്, ഇവിടെ i സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, -1 വരും അല്ലേ. അപ്പോൾ -1ഉം ഈ മൈനസ് കൂടി ആകുമ്പോൾ പ്ലസ്, അപ്പോൾ ഇവിടെ +4 ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് +4 ആണ്. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു +4. ഞാൻ ഒരു സ്റ്റെപ്പിൽ തന്നെ എഴുതിയെന്ന് മാത്രം. അപ്പോൾ 1ഉം +4ഉം എത്രയാണ്, 5. iയും -4iയും ഇമാജിനറി പാർട്ട്, അപ്പോൾ -3i ഇൻറ്റു
നമ്മുടെ 3 മൈനസ് 4i ഡിവൈഡഡ് ബൈ 5 പ്ലസ് ഐ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? എ ബൈ ബി ഇൻറ്റു സി ബൈ ഡി അങ്ങനെ ഒരു ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ ഓരോ ടേമിനെയും ന്യൂമറേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററും തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -1 ഇൻറ്റു 3 അപ്പോൾ എത്രയാ? -3 -1 ഇൻറ്റു -4i അപ്പോൾ ഇവിടെ പ്ലസ് വന്ന് +4i പ്ലസ് 9i ഇൻറ്റു 3 അപ്പോൾ പ്ലസ് 9 ഇൻറ്റു 3 എത്രയാ? 27i അയോട്ടം. പിന്നെ ഇവിടെ -4iയും പ്ലസ് 9i അപ്പോൾ ഇവിടെ -9 ഇൻറ്റു 4 എത്രയാ? 36i². ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവിടെ പ്ലസ് 36 എഴുതാം, കാരണം i² -1 ആണ്. ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്റർ ഇതുപോലെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 5 25, 5 ഇൻറ്റു i പ്ലസ് 5i -3i ഇൻറ്റു 5 അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്. 5 3s are 15i ഇവിടെ -3i². ഇവിടെ ഒരു i അല്ലേ. ഇതിന് നമുക്ക് എന്ത് എഴുതാം? +3 എന്ന് എഴുതാം. വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതിയിട്ട് നമുക്ക് പിന്നെ സിംപ്ലിഫൈ ചെയ്യാം. -3 പ്ലസ് 4i പ്ലസ് 27i ഇതെന്തായി? i² എന്ന് പറയുന്നത് -1, ആ മൈനസ് ഇതിനോട് ചേരുമ്പോൾ പ്ലസ് 36 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 5i മൈനസ് 15i അതുപോലെ ഇവിടെ i² -1 അത് ഈ മൈനസിനോട് ചേരുമ്പോൾ പ്ലസ് 3. ഇനി നമുക്ക് നമ്മുടെ ഇമാജിനറി പാർട്ട് ഒരുമിച്ച് എഴുതാം. -3യും പ്ലസ് 36ഉം അപ്പോൾ എത്ര വരും? 33. ഇനിയോ 4iയും 27iയും അപ്പോൾ എത്രയാ? 31i ഡിവൈഡഡ് ബൈ 25ഉം 3യും അല്ലേ? റിയൽ പാർട്ടിൽ വരുന്നത് 28. ഇമാജിനറി പാർട്ട് എന്താ? 5i മൈനസ് 15i അപ്പോൾ എത്രയാ? -10i. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫൈനലായിട്ട്? 33 പ്ലസ് 31i ഡിവൈഡഡ് ബൈ 28 മൈനസ് 10i. പക്ഷെ നമ്മുടെ ഉത്തരം ആയോ? നമ്മുടെ ആൻസറിൽ എത്തിയിട്ടില്ല. കാരണം ഇനിയും ഒരു സിംപ്ലിഫിക്കേഷൻ കൂടി ചെയ്യാണ്ട് നമുക്ക് ഡിനോമിനേറ്ററിൽ ഇമാജിനറി പാർട്ട് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. ഡിനോമിനേറ്ററിൽ ഏതാ വരുന്ന നമ്പർ? 28 മൈനസ് 10i. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പം 28 പ്ലസ് 10i. ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റിയാൽ മതി, റിയൽ പാർട്ടിൻ്റെ മാറ്റരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ റിയൽ പാർട്ടും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ഈ 28 പ്ലസ് 10i കൊണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു ബ്രാക്കറ്റ് ഇവിടെ റിമൂവ് ചെയ്യണം. 33 ഇൻറ്റു 28 എത്ര വരിക? 924 പ്ലസ് 33 ഇൻറ്റു 10i അപ്പം 330i പ്ലസ് 31i ഇൻറ്റു 28 868i പിന്നെ എത്ര വരും? പ്ലസ് 31 അപ്പം ഇൻറ്റു 10 അപ്പം 310i². ന്യൂമറേറ്റർ കിട്ടി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താ? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി അപ്പോൾ എന്താ വരിക? a² അപ്പോൾ 28ൻ്റെ സ്ക്വയർ 28² മൈനസ് b² എന്താ? 10i² ഈക്വൽ ടു നമുക്ക് ഇവിടുത്തെ ഈ i² ഒന്ന് മാറ്റിയിട്ട് ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. 924 പ്ലസ് 330i പ്ലസ് 868i ഇവിടെ i² എത്രയാ? -1 ഇവിടെ -310 ആ മൈനസ് ഇവിടെ വരുമ്പോൾ മൈനസ് ആവും. ഡിവൈഡഡ് ബൈ 28ൻ്റെ സ്ക്വയർ എത്രയാണ്? 784 ഇവിടെ i² എന്താവും? -1 ആ മൈനസ് ഇതിനോട് ചേരുമ്പോൾ പ്ലസ് 10ൻ്റെ സ്ക്വയർ 100 ഈക്വൽ ടു ഇനി നമുക്ക് റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതാം. 924 മൈനസ് 310 എന്ന് പറയുമ്പോൾ എത്രയാണ്? 614. പിന്നെ ഇവിടെയോ പ്ലസ് i ഇൻറ്റു 330 പ്ലസ് 868 അല്ലേ? അത്രയും i അതെത്ര വരിക? 1198i ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരും? 884 വരും അല്ലേ? 784 പ്ലസ് 100 എന്ന് പറയുമ്പോൾ 884. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഒരു 2 കോമൺ ആയിട്ട് എടുക്കുമ്പം 2 ഇൻറ്റു ഇതെന്ത് വന്നു? 307 പ്ലസ് 599i ഇവിടുത്തെ 2 എടുക്കുമ്പോൾ ബാക്കി 599 ആണ്. ഡിവൈഡഡ് ബൈ 884 ഇതിലൊരു 2 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ബാക്കി ഇവിടെ എന്ത് വരും? 442. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ എന്ത് കിട്ടി?
307 divided by 442 plus I into 599 divided by 442. ഇങ്ങനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4ൽ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് മൈനസ് ഐ വൈ എന്താണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് എക്സ് മൈനസ് ഐ വൈ is equal to root of a minus ib divided by c minus id. ഇതാണ് എക്സ് മൈനസ് ഐ വി. അങ്ങനെയാണെങ്കിൽ then prove that നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എക്സ് മൈനസ് ഐ വൈ is equal to റൂട്ട് ഓഫ് എ മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ സി മൈനസ് ഐ ഡി. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രൂവ് ചെയ്യണതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ വിട്, ബാക്കി വരെ എന്താണുള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എവിടെയാണ് നിങ്ങൾക്ക് കണ്ടുപരിചയം? ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് നോക്കി, എക്സ് മൈനസ് ഐ വൈ. എക്സ് മൈനസ് ഐ വൈയുടെ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ? അതിൻ്റെ മോഡുലസ് നമുക്കറിയാമല്ലേ. എക്സ് മൈനസ് ഐ വൈയിൽ നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? അതിനാണ് ഇവിടെ ഒരു റൂട്ട് ഇല്ല എന്ന് മാത്രം, അതിൻ്റെ പകരം ഒരു സ്ക്വയർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മോഡുലസ് എടുത്തിട്ട് ഒന്ന് സ്ക്വയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കണേൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് ഐ വൈ is equal to റൂട്ട് ഓഫ് എ മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ സി മൈനസ് ഐ ഡിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിൻ്റെ മോഡുലസ് എടുക്കാം. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. പിന്നെ നമുക്കത് സ്ക്വയർ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ശരിയാക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒന്നും കൂടെ എഴുതുകയാണ്. സൊല്യൂഷൻ എന്താ തന്നിരിക്കുന്നത്? എക്സ് മൈനസ് ഐ വൈ is equal to സ്ക്വയർ റൂട്ട് ഓഫ് എ മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ സി മൈനസ് ഐ ഡി. നമ്മളിതിൻ്റെ മോഡുലസ് എടുക്കുകയാണ്. ടേക്കിംഗ് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്സ്. നമ്മൾ എടുക്കുമ്പോൾ രണ്ട് സൈഡിൽ ഒരുപോലെ എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഐ വൈ is equal to ഇവിടെ എന്ത് വരും? മോഡുലസ് ഓഫ്, നമുക്കിതിനെ എങ്ങനെ എഴുതാം? റൂട്ട് എന്നുള്ളതിനെ എ മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ സി മൈനസ് ഐ ഡി റേസ് ടു 1/2 എന്ന് എഴുതിക്കൂടെ? അതെന്ന് പറയുന്നതല്ലേ സ്ക്വയർ റൂട്ട്. അങ്ങനെ എഴുതിയിട്ട് നമ്മളതിൻ്റെ മോഡുലസ് എടുത്തു. ഇനി എന്ത് ചെയ്യാം? ഈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഐ വൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ്? മൈനസ് വൈ ആ വരുന്നത്. മൈനസ് വൈൻ്റെ സ്ക്വയർ is equal to ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മോഡുലസ് ഓഫ് ഈ മോഡുലസ് സെഡ് റേസ് ടു എൻ is equal to മോഡ് സെഡ് റേസ് ടു എന്ന് പഠിച്ചിട്ടില്ലേ? ഇവിടെ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ നമുക്ക് ഈ 1/2 അതായത് ആ പവർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മോഡുലസ് എ മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ സി മൈനസ് ഐ ഡി. മോഡുലസ് കഴിഞ്ഞിട്ട് പുറത്ത് നമ്മൾ റേസ് ടു 1/2 എഴുതി, ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട്. ഇവിടെ എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം പ്ലസ് വൈ സ്ക്വയർ തന്നെയാണ് അല്ലേ? is equal to ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്കിതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും മോഡുലസ് ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കിത് മാറ്റി എഴുതാം. മോഡുലസ് ഓഫ് എ മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ സി മൈനസ് ഐ ഡി ഓൾ റേസ് ടു 1/2 മോഡുലസിൻ്റെ പുറത്ത് എഴുതി. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ആൻസറിൽ അവിടെ എന്താ ഉള്ളത്? റൂട്ട് ഇല്ല. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് വരും? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഈ സ്ക്വയർ ഈ റൂട്ട് അവിടെ മാറി എന്തായി? ലെഫ്റ്റ് സൈഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാവും is equal to ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ എന്തായി? ഈ 1/2നെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ 2 ക്യാൻസൽ ആയിട്ട് അവിടെ 1 മാത്രം. അതിൻ്റെ അർത്ഥം ഇവിടെ മോഡുലസ് ഓഫ് എ മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ സി മൈനസ് ഐ ഡി അല്ലേ? ഈ 1/2 എന്നുള്ളത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ അത് 1 ആയിട്ട് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ is equal to ഇതിന് രണ്ടിനും സെപ്പറേറ്റ് മോഡുലസ് കൊടുത്തുകൂടെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് Z1 ബൈ Z2 is equal to മോഡ് Z1 ഡിവൈഡഡ് ബൈ മോഡ് Z2 എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? സെപ്പറേറ്റ് നമുക്ക് മോഡുലസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ മോഡുലസ് എ മൈനസ് ഐ ബി
ഡിവൈഡഡ് ബൈ മോഡുലസ് സി മൈനസ് ഐ ഡി. അങ്ങനെ സെപ്പറേറ്റ് മോഡുലസ് എടുത്തു. ഇനി എന്താണ് വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് മോഡുലസ് എ മൈനസ് ഐ ബി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ എത്രയാ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ. അതുപോലെ തന്നെ മോഡുലസ് സി മൈനസ് ഐ ഡി എന്താണ് അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. ഇവിടെ മൈനസ് ആണെങ്കിൽ നമുക്കത് മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ അത് പ്ലസ് ആവും കേട്ടോ, പ്ലസ് ഡി സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസറിൻ്റെ അവിടെ നിന്ന് നോക്കി നോക്കിയേ. നമുക്കിവിടെ വേണ്ടത് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്നും കൂടി ഒന്ന് സ്ക്വയർ ചെയ്യാം അല്ലേ. സ്ക്വയറിങ് നമ്മൾ ഒന്നും കൂടി ഒന്ന് സ്ക്വയർ ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡ് എന്തായി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി, ഈ റൂട്ട് അവിടെ മാറിപ്പോവും അല്ലേ. അപ്പോൾ അത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാവും. അതുപോലെ ഡിനോമിനേറ്ററിൻ്റെയും റൂട്ട് എന്നുള്ളത് മാറിപ്പോയി, മാത്രം എന്തായി സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്നായി. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് അത് നോക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇവിടെ മോഡുലസ് എടുത്തു, പിന്നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് പോളാർ ഫോമിലേക്ക് നമ്മുടെ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിൽ നിന്ന് ആർ തീറ്റ ആ ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റണം, പോളാർ ഫോമിലേക്ക് മാറ്റണം. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 + 7i ഡിവൈഡഡ് ബൈ 2 - i ദ ഹോൾ സ്ക്വയർ. ഇതിന് നമുക്ക് പോളാർ ഫോമിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ അവിടെ സിംപ്ലിഫൈ ചെയ്യണം. ഇതിന് നമുക്കൊരു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളൊരു ഫോമിലേക്ക് മാറ്റിയിട്ട് വേണം പിന്നെ നമ്മൾ ആറും തീറ്റയും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്കിതിന് എന്ത് ചെയ്യാം, ന്യൂമറേറ്റർ അതേപോലെ തന്നെ എഴുതാം. 1 + 7i ഡിവൈഡഡ് ബൈ, ഇതിന് നമുക്ക് a - b ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ എന്താ വരിക, a സ്ക്വയർ മൈനസ് 2ab, അപ്പോൾ 2 × i പ്ലസ് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും, 1 + 7i ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എത്രയാണ് 4 മൈനസ് 2 × 2 4i പിന്നെ ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ഇസ് ഈക്വൽ ടു 1 + 7i ഡിവൈഡഡ് ബൈ, റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതാം, 4 - 1 3, പിന്നെ ഇമാജിനറി പാർട്ടിൽ ഒന്നുള്ളൂ 3 - 4i. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ഇവിടെ കഴിഞ്ഞു ഇല്ല. ഡിനോമിനേറ്ററിൽ നമുക്ക് ഇമാജിനറി പാർട്ടിൻ്റെ ടേം ഉണ്ട് അല്ലേ, അതുവരെ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താ വരിക, 3 + 4i ഡിവൈഡഡ് ബൈ, അതേ നമ്മുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇസ് ഈക്വൽ ടു, ഇനി നമ്മുടെ ന്യൂമറേറ്ററിലത്തെ 2 ടേം മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ 1 × 3 3 പ്ലസ് 1 × 4i 4i 7i × 3 എന്ന് പറയുമ്പം 7 3s are 21i പ്ലസ് 7 4s are 28i സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താണ് a - b × a + b, അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എന്താ a സ്ക്വയർ 3 സ്ക്വയർ മൈനസ് 4i ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇനി ന്യൂമറേറ്റർ എന്താവും 3 + 4i പ്ലസ് 21i, ഇവിടെ എന്ത് വരും 28i സ്ക്വയർ, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇവിടെ -28 ആവും ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ എത്രയാ 9, ഇവിടെ ഐ സ്ക്വയർ ഉണ്ട്, ഐ സ്ക്വയർ -1, അപ്പോൾ ആ മൈനസും കൂടി ചേരുമ്പം പ്ലസ്, പിന്നെ 4ൻ്റെ സ്ക്വയർ 16 ഇസ് ഈക്വൽ ടു, ഈ റിയൽ പാർട്ട് ഒരുമിച്ചെടുത്ത് 3ഉം -28, അപ്പോൾ എത്രയാ -25, 4iയും പ്ലസ് 21iയും ചേരുമ്പോൾ വീണ്ടും 25i ഡിവൈഡഡ് ബൈ 9 + 16 25. ഇപ്പോൾ എല്ലായിടത്തും ഒരു 25 ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. ഒരു 25 നമ്മൾ ന്യൂമറേറ്ററിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ, കോമൺ ആയിട്ട് എടുക്കുമ്പം ഇവിടെ ബാക്കി എന്ത് വരും, -1 വരും, ഇവിടെ പ്ലസ് i വരും ഡിവൈഡഡ് ബൈ 25. ആ 25ഉം 25ഉം ക്യാൻസൽ ആകുമ്പോൾ ലാസ്റ്റ് എന്ത് വന്നു, -1 പ്ലസ് i എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളൊരു ഫോമിലായി. അപ്പോൾ നമുക്കറിയാം എന്താണ് പോളാർ ഫോമിലെ, എക്സ് ഇസ് ഈക്വൽ ടു r കോസ് തീറ്റ, y ഇസ് ഈക്വൽ ടു r സൈൻ തീറ്റ. ഇതിൽ നമ്മൾ ആറും തീറ്റയും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഇവിടെ എന്താണ് റിയൽ പാർട്ട്, അതായത് -1 ഇസ് ഈക്വൽ ടു r കോസ് തീറ്റ, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടിൽ എന്താണുള്ളത് 1 ഇസ് ഈക്വൽ ടു r സൈൻ തീറ്റ. അത് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയറിങ് ആൻഡ് ആഡിങ്, രണ്ടും നമ്മൾ സ്ക്വയർ ചെയ്യണം എന്നിട്ട് ആഡ് ചെയ്യണം, സ്ക്വയറിങ് ആൻഡ് ആഡിങ്.
അപ്പോൾ -1 സ്ക്വയർ പ്ലസ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താണ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡ് നോക്കാം, r സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ആദ്യം സ്ക്വയർ ചെയ്തു, പിന്നെ പ്ലസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. -1 സ്ക്വയർ 1 പ്ലസ് 1 സ്ക്വയർ 1 തന്നെ ഈക്വൽ ടു, ഇവിടെ r സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം, ബാക്കി ബ്രാക്കറ്റിൽ എന്ത് വരും, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. 1 + 1 എന്ന് പറയുന്നത് 2 ആണ്, 2 ഇസ് ഈക്വൽ ടു r സ്ക്വയർ, കാരണം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്, വിച്ച് ഇംപ്ലൈസ് r സ്ക്വയർ ആണ് 2. അപ്പോൾ r എന്ത് വരും, r ഇസ് ഈക്വൽ ടു √2. അപ്പോൾ r നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് തീറ്റ കാണണം. തീറ്റ കാണാനായിട്ട് ഒന്നുകിൽ സൈൻ തീറ്റ ഇതിലെ നമ്മൾ 1ലും 2ലും ഇട്ട് കൊടുത്ത് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് y/x. ഇതിലിട്ട് കൊടുത്താൽ എളുപ്പത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റും. ടാൻ ഇൻവേഴ്സ് മോഡുലസ് y എന്ന് പറയുന്നത് എന്തായിരുന്നു, y എന്ന് പറയുന്നത് 1 ആയിരുന്നു അല്ലേ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ x എന്ന് പറയുന്നത് -1. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മോഡുലസ് 1/-1 എന്ന് പറയുമ്പോൾ -1, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മോഡുലസിൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആവും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1 വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് ഏത് വാല്യൂസിനാണ്, ടാനിൽ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ തീറ്റയ്ക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 1 വരിക, ടാൻ π/4. വെറും π/4 എന്ന് എഴുതി വെക്കരുത്, ടാൻ π/4 ഇസ് ഈക്വൽ ടു 1. ഈ ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്ത് കിട്ടി, π/4 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് ഈ തീറ്റയല്ല, ആർഗ്യുമെൻറ്റ് സെഡാണ് വേണ്ടത്. ആർഗ്യുമെൻറ്റ് സെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ക്വാഡ്രൻ്റ് ഏതിലാണെന്ന് നോക്കണം. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ, ഇപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ എന്തായിരുന്നു, -1 + i. ഇതിലെ എക്സ് പാർട്ട് എന്താണ്, നെഗറ്റീവാണ്, ഇമാജിനറി പാർട്ട് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നോക്കാം, എക്സ് പാർട്ട് നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് ഈ ആക്സിസ് അല്ലേ, അതുപോലെ ഇമാജിനറി പാർട്ട് പോസിറ്റീവ് ആകുമ്പം ഈ ആക്സിസാണ് വരിക. ഇവിടെ എക്സ് എന്തായിരുന്നു, പോസിറ്റീവായിരുന്ന, ഇവിടെ വൈ പോസിറ്റീവ്, ഇവിടെ എക്സ് നെഗറ്റീവ്, ഇവിടെ വൈ നെഗറ്റീവ്. അത് വെച്ചിട്ടാണ് നമ്മൾ നോക്കണത്. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട്, അതായത് എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇതെടുത്തു, പിന്നെ ഇവിടെ വൈ പോസിറ്റീവ് ആയതുകൊണ്ട് ഇതെടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടി വരുന്നത് ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻ്റ്, ഇത് ഫസ്റ്റ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ക്വാഡ്രൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ, ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടിയ തീറ്റ തന്നെ നമ്മളിവിടെ ആർഗ്യുമെൻറ്റ് സെഡായിട്ട് എടുക്കണം. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, π-θ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ് സെഡ്. തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ -π-θ കാരണം അതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ് സെഡ്. ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിൽ -θ, അതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ് സെഡ്. ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് കാണണം, π-θ കാണണം. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു π-θ എന്താ കിട്ടിയിരിക്കുന്നത്, π/4. π-π/4. ഇവിടെ LC എടുക്കുമ്പോൾ എന്ത് വരും, 4π - π ഡിവൈഡഡ് ബൈ 4 അല്ലേ. 4 നമ്മൾ LC എടുത്തു. 4π - π എന്ന് പറയുമ്പോൾ 3π ഡിവൈഡഡ് ബൈ 4 ആണ് നമ്മുടെ തീറ്റ, നമ്മുടെ ആക്ച്വൽ തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് സെഡ്. ആ തീറ്റയാണ് നമുക്ക് നമ്മുടെ പോളാർ ഫോമിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പോളാർ ഫോം ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എന്താ വരിക, എന്താണ്, r ഇൻറ്റു, അപ്പോൾ r എത്ര കിട്ടിയ, √2 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ എത്ര, ഇവിടെ π/4 അല്ല, 3π/4 പ്ലസ് i സൈൻ 3π/4. എന്താ നമ്മുടെ പോളാർ ഫോം, r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ. അതിൽ നമ്മൾ ആറിൻ്റെയും തീറ്റയുടെയും, അതായത് ആർഗ്യുമെൻറ്റ് സെഡിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് കിട്ടി. ഇനി നമുക്കിവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ പോളാർ ഫോം കണ്ടുപിടിക്കേണ്ടതാണ്. 1 + 3i ഡിവൈഡഡ് ബൈ 1 - 2i. അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് x + iy എന്നുള്ള ഒരു ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിൽ മുകളിലൊന്നും ചെയ്യാതെ നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ ഇമാജിനറി പാർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോൺജുഗേറ്റ് എടുക്കാം. 1 + 2i നമ്മുടെ കോൺജുഗേറ്റ് വരുന്നത്, അത് ന്യൂമറേറ്റർ കൊണ്ടും ഡിനോമിനേറ്റർ കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 1 + 3i ഇൻറ്റു 1 + 2π. അപ്പോൾ ഇവിടെ 1 × 1 1 പ്ലസ് 1 × 2i 2i പ്ലസ് 3i × 1 3i പ്ലസ് 3i × 2i എന്ന് പറയുമ്പം 3 × 2 6i² ഡിവൈഡഡ് ബൈ ഇവിടെ a - b × a + b. അപ്പോൾ a², അതായത് 1² മൈനസ് 2i² ഇസ് ഈക്വൽ ടു, മുകളിൽ എന്ത് വരും, 1 + 2i + 3i, ഇവിടെ i² എന്ന് പറയുന്നത് -1, അതിവിടെ ചേരുമ്പം -6 ഡിവൈഡഡ് ബൈ 1² 1 ആണ്, ഇവിടുത്തെ i² -1, അതിവിടെ ചേരുമ്പം പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ റിയൽ പാർട്ട് ഒരുമിച്ചെടുത്ത് 1ഉം -6ഉം
അപ്പോൾ -5 2iയും +3iയും അപ്പോൾ +5i ഡിവൈഡഡ് ബൈ 1 + 4 5 5 കോമൺ ആയിട്ട് എടുത്തൂടെ അപ്പോൾ 5 ന്യൂമറേറ്ററിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കും ബാക്കി ഇവിടെ എന്തുണ്ട് -1 പ്ലസ് ഈ 5iയിൽ ബാക്കി i ഡിവൈഡഡ് ബൈ 5 iയും 5ഉം 5ഉം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ബാക്കി നമുക്ക് എന്ത് വന്നു -1 + i നോക്കിയേ നമ്മുടെ തൊട്ട് മുന്നേയുള്ള പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഇത് തന്നെയല്ലേ കിട്ടിയത് -1 + i അപ്പം ഇനി ബാക്കി ഇനി എന്ത് ചെയ്യണം ആറും തീറ്റയും കണ്ടുപിടിക്കണം അപ്പോൾ ആ സെയിം പ്രോസസ്സ് തന്നെയാണ് അപ്പം x = r cos θ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ സെയിം ആ നമ്പർ തന്നെയാണ് അതുകൊണ്ട് ഞാനത് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് സെയിം r = √2 എന്നും കിട്ടും നമ്മുടെ θ = 3π/4 എന്നും കിട്ടും അപ്പോൾ സെയിം ആ ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ ബാക്കി മറ്റേ ക്വസ്റ്റ്യൻ്റെ സെയിം തന്നെയാണ് ആറും തീറ്റയും വരുന്നത് അപ്പം ഈ എക്സസൈസ് മിസലേനിയസ് എക്സസൈസിലെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത ഓരോ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആവും അപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ആദ്യം പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി കൂട്ടുകാരുണ്ട് അവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് അതിനെല്ലാം മറുപടി തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് 6th ക്വസ്റ്റ്യൻ തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക്